أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പൈൽസ് രോഗം അഥവാ മൂലക്കുരു, ഈ രോഗം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനും ആ രോഗമുള്ളവർക്ക് അതിൽ നിന്ന് പരിപൂർണമായ ശിഫാവും സമാധാനവും ലഭിക്കാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർക്കുള്ള കിതാബുകളിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കേണ്ട കാര്യം? സുബ്ഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് അലം നശ്റഹ്, സൂറത്തുൽ കാഫിറൂൻ, ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത്, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഈ സൂറത്തും പാരായണം ചെയ്യുക. അങ്ങനെ 2 റക്അത്തിൽ 4 സൂറത്തുകൾ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ മൂലക്കുരു എന്ന അസുഖം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അത് ഉള്ളവർക്ക് അതിൽ നിന്ന് വലിയ സമാധാനവും പരിപൂർണമായ ശിഫാ ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്ത് അലം നശ്റഹ്, സൂറത്തുൽ കാഫിറൂൻ ഓതുക. അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഇഖ്ലാസ്, അങ്ങനെ ഓതിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ വലിയതായ ഒരു രോഗത്തിൽ നിന്ന്, മൂലക്കുരു എന്ന ഈ വലിയ ഒരു കാഠിന്യമുള്ള ഈ രോഗത്തിൽ നിന്ന് നമുക്ക് മോചനവും അതുപോലെ തന്നെ പരിപൂർണമായ ശിഫാവും സമാധാനവും ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സൂറത്തുകൾ ഓതി സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.